സർ, അമേരിക്കയുടെ പുതിയ നീക്കം എന്ന് പറയുന്നത് വെനസ്വേലയെ ലക്ഷ്യം വെച്ചാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഈ വെനസ്വേലയിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയർന്നാൽ അതിനെ തകർക്കാനുള്ള നീക്കം നടത്തി എന്ന് പറഞ്ഞാൽ വ്യോമപാത അടച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള വെനസ്വേലയുടെ വ്യോമപാത ട്രംപ് അടച്ചു എന്ന് ട്രംപ് പറയുന്നത് വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ? പാകിസ്ഥാനൊക്കെ പറയും ഞങ്ങൾ അടച്ചു, വിമാനങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ വ്യോമപാത അടച്ചു. അതെ. ഇപ്പൊ തുർക്കി അടുത്ത കാലത്ത് നമ്മൾക്ക് കൊണ്ടുവരുന്ന അല്ലേ ഹെലികോപ്റ്ററുകൾ, അതെ, അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ബോയിങ് കമ്പനി കൊണ്ടുവരുന്നത് അവര് വ്യോമപാത അടച്ചോണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതെ. എന്നിട്ട് തിരിച്ചു പോവല്ലേ. അപ്പോൾ ഓരോ രാജ്യം സ്വയം പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ വ്യോമപാത അടച്ചത്. ഇവിടെ ട്രംപ് നേരിട്ട് പറയുന്നു ഞങ്ങൾ വെനസ്വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെനസ്വേലയുടെ വ്യോമപാത. അതായത് സാധാരണഗതിയിൽ വെനസ്വേലയ്ക്ക് അമേരിക്കയിൽ നിന്ന് വിമാനം പോയിരുന്നത് ഡിപ്പോർട്ട് ചെയ്യുന്നില്ലേ, അനധികൃത കുടിയേറ്റക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി ആക്കാനായിട്ട് അല്ലേ? അതെ. വിമാനം പോവുമായിരുന്നു. അങ്ങനത്തെ വിമാനങ്ങൾ ഇനി പോവില്ല എന്നുള്ളത് വ്യക്തം. അതുപോലെ വെനസ്വേലയിൽ നിന്ന് വിമാനങ്ങൾ പറന്നു പൊങ്ങാൻ പാടില്ല, വ്യോമപാത അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു അധിനിവേശം അമേരിക്ക പദ്ധതി ഇട്ടിരിക്കുന്നു എന്നാണ്. ഈ അധിനിവേശത്തിന്, അതായത് വെനസ്വേലയെ വളയാനുള്ള പദ്ധതി CIA തയ്യാറാക്കിയിട്ട് ട്രംപ് തന്നെ ഒപ്പിട്ട് കൊടുത്തിട്ട് CIA തയ്യാറാക്കിയിട്ട് കുറച്ച് നാളായി. അതുകൊണ്ടാണ് കരീബിയനിൽ ഇപ്പോൾ യുദ്ധക്കപ്പലുകൾ, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഉള്ളത്. അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനിയായ ജെറാൾഡ് ഫോർഡ് അല്ലേ, കരീബിയൻ കടലിൽ ഉണ്ട്. വെനസ്വേലയെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അത് നിലയുറപ്പിച്ചിട്ട് ഒരു 3 ആഴ്ചയോളം ആയി. അപ്പോൾ സന്നാഹം പൂർത്തിയായിട്ട് ഏതാണ്ട് പൂർത്തിയായി എന്നുള്ളതാണ് വ്യോമപാത അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആക്രമിക്കാതിരിക്കാനുള്ള പണി ചെയ്തിട്ടുണ്ടെന്നാണല്ലോ ട്രംപ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഇപ്പോ സെപ്റ്റംബർ മുതൽ ഈ വെനസ്വേലയ്ക്കെതിരെ മുറുക്കുന്നുണ്ട് ട്രംപ്. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം എണ്ണ ശേഖരം ഉള്ളത് വെനസ്വേലയിലാണ്. ഗൾഫിലോ വേറെ ബ്രസീലിലോ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തോ അല്ല, വെനസ്വേലയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണശേഖരം ഉള്ളത്. അതിൽ ട്രംപിനൊരു കണ്ണുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ട്രംപ് പറയുന്നത് എന്താണ്? ട്രംപ് പല ബോട്ടുകളൊക്കെ ആക്രമിച്ച് തകർത്തിട്ടുണ്ടല്ലോ വെനസ്വേലയുടെ ഈ കരീബിയൻ കടലിൽ. ഡ്രഗുമായിട്ട്, മയക്കുമരുന്നുമായിട്ട് വരുന്ന കപ്പലുകളും ബോട്ടുകളുമാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. ഈ അമേരിക്കയിലേക്ക് ഫെന്റനൈൽ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് കടത്തുന്ന പ്രധാനപ്പെട്ട രാജ്യം വെനസ്വേലയാണെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. അതിന് തെളിവില്ല എന്ന് വെനസ്വേലയും പറഞ്ഞിട്ടുണ്ട്. കാരണം മുമ്പൊക്കെ ട്രംപ് പറഞ്ഞിരുന്നത് എന്താണ്? ഫെന്റനൈൽ വരുന്നത് മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അനധികൃത കുടിയേറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പൊ വെനസ്വേലയെ ആക്രമിക്കാനായിട്ട് ട്രംപ് പറയുന്ന ന്യായം, വെനസ്വേലയുടെ പ്രസിഡന്റ് മദൂറോ ഒരു ഡ്രഗ് ലോഡാണ് അല്ലേ, മയക്കുമരുന്ന് കമ്പനിക്കാരനാണ്. അതുകൊണ്ട് ട്രംപിന് താല്പര്യം അവിടുത്തെ മുൻ പ്രസിഡന്റ് ബോൾസൊനാരോയോടാണ്. പണ്ടേ ട്രംപും ബോൾസൊനാരോയും സുഹൃത്തുക്കളാണ്. പക്ഷെ ബോൾസൊനാരോ ഇപ്പൊ ജയിലില്ല. അതായത് മദൂറോ ബോൾസൊനാരോയെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. അപ്പൊ ബോൾസൊനാരോയെ വിടണം, ബോൾസൊനാരോ അധികാരത്തിലെത്തണം, മദൂറോ മാറണം. ഇതാ. അപ്പൊ ട്രംപിന് അവിടെ ഒരു ഭരണകൂട അട്ടിമറി നടത്തണം. അതാണ് ട്രംപിന്റെ ലക്ഷ്യം. അത് നടക്കുമോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോ വേറെ ഇത് മദൂറോയ്ക്ക് അറിയാമല്ലോ, ലോകരാജ്യങ്ങൾക്കും അറിയാം. അപ്പോ വെനസ്വേലയെ സഹായിക്കാനായിട്ട് പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അമേരിക്കക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. ഇറാൻ, റഷ്യ, ചൈന, 3 രാജ്യങ്ങൾ. വെനസ്വേലയെ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാനും റഷ്യയും ചൈനയും പരോക്ഷമായെങ്കിലും ഇടപെടുന്നുള്ളത് ഉറപ്പാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിങ്ടൺ പോസ്റ്റ് തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കൻ രേഖകൾ വെച്ചിട്ട് അമേരിക്കയ്ക്കും അറിയാവുന്നതാണ്. കാരണം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ചൈനയും ഇറാനും റഷ്യയും ഒക്കെ വെനസ്വേലയ്ക്ക് കൊടുക്കുന്നുണ്ട്.
വെനസ്വേല വാങ്ങുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ കരീബിയനിലെ അമേരിക്കൻ സന്നാഹം വന്നപ്പോഴാണ് ഇത് സംഭവിച്ചത്. വെനസ്വേലയുടെ ട്രാൻസ്പോർട്ട് മന്ത്രി റമോൺ സെലസ്റ്റീനോ വെലാസ്ക്വസ് ഒക്ടോബറിൽ ഈ ഇറാനിൽ പോയിരുന്നു. ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഈ വെലാസ്ക്വസ് ആണ്, വെനസ്വേലയുടെ ഗതാഗത മന്ത്രി. 1000 കിലോമീറ്റർ എങ്കിലും റേഞ്ചുള്ള ഡ്രോണുകൾ വേണം എന്ന് വെനസ്വേല ഇറാനോട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ GPS സ്ക്രാമ്പിളേഴ്സ് വേണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ GPS സംവിധാനം തകർക്കുന്ന സംവിധാനങ്ങൾ വേണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. അത് കപ്പലിൻ്റെയൊക്കെ തകർക്കാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത്, ഊർജ രംഗത്ത്, പ്രതിരോധ രംഗത്തൊക്കെ സഹകരണം വേണമെന്ന് ഇറാനോട് ആവശ്യപ്പെട്ടു വെനസ്വേല. മദുറയ്ക്ക് റഡാർ വേണം, ഈ വിമാനങ്ങൾ റിപ്പയർ ചെയ്ത് കിട്ടണം, അറ്റകുറ്റപ്പണി ചെയ്ത് കിട്ടണം, മിസൈലുകൾ വേണം വെനസ്വേലയ്ക്ക്. ഇതിനു വേണ്ടിയിട്ടാണ് വെലാസ്ക്വസ് ട്രാൻസ്പോർട്ട് മന്ത്രി ഈ റഷ്യയുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ പുട്ടിനൊരു കത്ത് കൈമാറുകയും ചെയ്തിരുന്നു. സി ജിൻപിങ്ങില്ലേ, ചൈനയുടെ പരമോന്നത നേതാവ്, അദ്ദേഹത്തിനും അയച്ചിരുന്നു മദൂറോ. ചൈനയിൽ നിന്ന് റഡാറുകൾ വെനസ്വേലയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ 2013 മദൂറോ അധികാരമേറ്റതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയാണ് ഇപ്പോൾ മദൂറോ വെനസ്വേല നേരിടുന്നത് അമേരിക്കയിൽ നിന്ന്. സെപ്റ്റംബർ മുതൽ 1 ഡസനിലധികം ആക്രമണം വെനസ്വേലൻ കപ്പലുകൾക്കെതിരെ നടന്നു കഴിഞ്ഞു. 61 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ പലരും ഈ മത്സ്യത്തൊഴിലാളികളാണെന്ന് വെനസ്വേല പറഞ്ഞിട്ടുണ്ട്. മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയ ആളുകളെയൊക്കെയാണ് ഈ ഡ്രഗ് കടത്തുന്നവർ എന്ന് പറഞ്ഞിട്ട് ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് വെനസ്വേല പറയുന്നത്. അപ്പൊ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ജാഗ്രതയിലാണ് ഇപ്പോൾ. വെനസ്വേലയെ ആക്രമിക്കും, കാരണം അതിർത്തിയിൽ ഈ സന്നാഹങ്ങൾ വരുന്നത് കൊണ്ട്. വെനസ്വേലയുടെ വിദേശമന്ത്രിയും റഷ്യയുടെ വിദേശമന്ത്രി ലാവറോവും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ റഷ്യയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റഷ്യൻ വക്താവ് പെസ്കോവ് പറഞ്ഞിരുന്നു, വെനസ്വേലയുടെ പരമാധികാരത്തെ ആരും ചോദ്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വെനസ്വേലയുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബർ മധ്യത്തിൽ ഈ ട്രാൻസ്പോർട്ട് മന്ത്രി വെലാസ്ക്വസ് വെനസ്വേലയിൽ നിന്ന് മോസ്കോയിലെത്തിയിരുന്നു. അപ്പം അദ്ദേഹം ഇറാനിലും റഷ്യയിലും എത്തി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ വെലാസ്ക്വസ് മദൂറോയുടെ പുട്ടിനുള്ള കത്ത് മോസ്കോയ്ക്ക് കൈമാറുകയും ചെയ്തു ഈ ഒക്ടോബറിലെത്തിയപ്പോൾ. മാത്രമല്ല Su-20 Mk2 വിമാനം റഷ്യയിൽ നിന്ന് വേണം എന്ന് വെനസ്വേല ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ റഷ്യൻ വിമാനങ്ങൾ പറന്ന് പൊങ്ങണ്ടെന്നാണല്ലോ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ വ്യോമപാത അടച്ചു എന്ന് പറയുമ്പോൾ. അപ്പോൾ 8 എഞ്ചിനുകൾ, 5 റഡാറുകൾ അറ്റകുറ്റപ്പണി ചെയ്ത് കിട്ടണം എന്ന് മദൂറോ റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 8 എഞ്ചിനുകൾ, 5 റഡാറുകൾ. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വിമാന എഞ്ചിനുകൾ. പിന്നെ മിസൈലുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റോസ്റ്റെക് ഉണ്ടല്ലോ, മറ്റേ കമ്പനി, ആയുധ കമ്പനിയായിട്ട് 3 വർഷത്തെ സാമ്പത്തിക പദ്ധതി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് വെനസ്വേല. 5000 റഷ്യൻ നിർമ്മിത ഇഗ്ലാസ് പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം വെനസ്വേലയ്ക്ക് ഉണ്ട്. പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുക വിമാനങ്ങളെയൊക്കെ വെടിവെച്ചിടാവുന്ന പോർട്ടബിൾ ഇഗ്ലാസ് സിസ്റ്റം വെനസ്വേല ഓൾറെഡി മേടിച്ചത് ഉണ്ട്. അപ്പോൾ അമേരിക്ക ഒരുങ്ങിക്കഴിഞ്ഞു, ഏത് സമയവും ആക്രമണം നടത്തും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് എളുപ്പം ആവില്ല, അതാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.